ഹായ് ഓൾ, ശബരിയാണ്. സൗണ്ട് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷൻ നമുക്ക് പഠിക്കാനുള്ളത് വേവ്സിനെ കുറിച്ചാണ്. ആ സെക്ഷനിൽ നമുക്ക് വേവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ വേവ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽസുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട് വരുന്നത്. ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് 4 ക്വസ്റ്റ്യനിൽ സെറ്റ് ആക്കാം. നമുക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ 4 ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേംസ് തന്നെയാണ്. ആദ്യത്തെ കാര്യമാണ് വേവ് ലെങ്ത്. എന്താണ് വേവ് ലെങ്ത്? ഒരു വേവിന്റെ ലെങ്ത്തിനെ തന്നെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഒരു വേവിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏതുപോലെ ഏതുവരെയാണ്? നിങ്ങൾ ഇമാജിൻ ചെയ്യും മക്കളെ, ഇവിടെ നിന്നാണ് വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത വേവ് ഇവിടെ എത്തുമ്പോൾ നമ്മൾ പറയും കംപ്ലീറ്റ് ആയി. സോ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് വൺ കംപ്ലീറ്റ് വേവ്. നമുക്ക് നോക്കാം, ഈ ഡിസ്റ്റൻസ് തന്നെയല്ലേ ഈ കാണുന്ന ഡിസ്റ്റൻസും? അത് തന്നെയല്ലേ ഈ കാണുന്ന ഡിസ്റ്റൻസും? സോ ഇവരെ നമ്മൾ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? ഇതിന്റെ പേരാണ് ക്രസ്റ്റ്. ഇതാണ് ക്രസ്റ്റ്, ഇതാണ് ക്രസ്റ്റ്. അതുപോലെ ഇതാണ് ട്രഫ്, ഇതാണ് ട്രഫ്. ഏറ്റവും ഉയർന്ന ഭാഗത്തെ ക്രഫ് എന്നും ഏറ്റവും താഴ്ന്ന ഭാഗത്ത് നമ്മൾ ട്രഫ് എന്നും വിളിച്ചിരുന്നു. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ 2 കോൺസിക്യൂട്ടീവ് ട്രഫ്സ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് വൺ കംപ്ലീറ്റ് വേവ്. It is the length of one complete wave is equal to distance between 2 consecutive crusts or distance between 2 consecutive troughs. Clear അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസിയെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ന്യൂ ആണ്. ന്യൂയുടെ ഇക്വേഷൻ n/t ആണ്. where n is the total number of waves and t is the time taken. നമുക്ക് ഫ്രീക്വൻസി എങ്ങനെ പറയാം? number of waves per second. number of waves per second. ഒരു സെക്കൻഡിലുണ്ടായ വേവുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്രീക്വൻസി എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്, അല്ലെങ്കിൽ ഹെഡ്സ് ആണ്. ഓക്കെ, മൂന്നാമത്തെ ടേം നോക്കിയാൽ മൂന്നാമത്തെ ടേം ആണ് ടൈം പീരീഡ്. ടൈം പീരീഡ് നമ്മൾ ടി എന്ന ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇക്വേഷൻ t/n ആണ്. t/n. എന്താണ് ടൈം പീരീഡ്? ടൈം പീരീഡ് എന്നാൽ ഒരു വേവ് ഉണ്ടാകാനെടുത്ത സമയമാണ്. സോ ഇറ്റ് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ വേവ്. ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വിളിക്കാം? ടൈം പീരീഡ് എന്ന് വിളിക്കാം. സോ ടോട്ടൽ ടൈം ടിയും ആ സമയം ഉണ്ടായ നമ്പർ ഓഫ് വേവ്സ് എന്നുമാണെങ്കിൽ ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ n, ദാറ്റ് ഈസ് ടൈം പീരീഡ്. അതാണ് ടൈം പീരീഡിന്റെ ഇക്വേഷൻ. യൂണിറ്റ് വരുന്നത് സെക്കൻഡ് തന്നെയാണ്. സെക്കൻഡ് ആണ് യൂണിറ്റ്. സോ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ഒന്ന് കിട്ടും. n/t, അതിന്റെ റെസിപ്രോക്കൽ t/n. സോ വി ക്യാൻ റൈറ്റ് nu is equal to 1/t. നമുക്ക് പറയാം ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ ആണ് ടൈം പീരീഡ്. ഓക്കെ, ആൻഡ് ദ ഫൈനൽ ടേം ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്നാൽ എന്താണ്? വേവ് ഇങ്ങനെ പോവുകയാണ്. ആ പോകുന്ന ഇക്വിലിബ്രിയം പൊസിഷൻ എത്രത്തോളം വേവ് ഉയർന്നു? ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ. ഇങ്ങനെ പോകുന്ന ഇക്വിലിബ്രിയം പൊസിഷന് മാക്സിമം എത്രത്തോളം ഉയർന്നു, അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇതാണ് 4 ഫണ്ടമെന്റൽ ടേംസ്. നമുക്ക് വേഗം പോകാം ഒരു ക്വസ്റ്റ്യനിലേക്ക്. അതിന് മുന്നേ മക്കളെ, നിങ്ങൾ ഈ വേവ് കാണാം. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഇത് പോയിന്റ് എ ആണ്, ഇത് പോയിന്റ് ബി ആണ്. സിമിലർലി ഇത് പോയിന്റ് സി ആണ്, ഇത് പോയിന്റ് ഡി ആണ്. ഈ രണ്ട് കേസിലും എന്തിലാണ് വ്യത്യാസം? നോക്കിയേ മക്കളെ, എ മുതൽ ഈ പോയിന്റ് വരെ എത്തിയപ്പോഴേക്ക് ഒരു വേവ് കംപ്ലീറ്റ് ആയി. ദിസ് ഈസ് വേവ് ലെങ്ത് അല്ലേ? ഇവിടെ നോക്കിയാൽ സി മുതൽ ഇവിടെ എത്തുമ്പോഴേക്ക് ഒരു വേവ് കംപ്ലീറ്റ് ആയി. സോ ദിസ് ഇസ് ദ സെക്കൻഡ് വേവ് ലെങ്ത്. ഇവിടെ രണ്ട് വേവ് ലെങ്തുകളും ഡിഫറെന്റ് ആണ്. ഒരു ക്ലൂ കൂടി ഞാൻ തരുന്നു. എ മുതൽ ബി വരെ എത്താനെടുത്ത സമയം അത് 1 സെക്കൻഡ് ആണ്. സിമിലർലി സി മുതൽ ഡി വരെ എത്താനെടുത്ത സമയം അതും 1 സെക്കൻഡ് ആണ്. നമുക്ക് എണ്ണി പറയാം, ഇവിടെ 1 സെക്കൻഡ് കൊണ്ട് ഒരു വേവ്, 2 വേവ് ഉണ്ടായി. നമ്പർ ഓഫ് വേവ്സ് പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു 2 അല്ലെങ്കിൽ 2 ഹെഡ്സ്. അതാണ് അവിടുത്തെ ഫ്രീക്വൻസി. സിമ്പിൾ. സോ ഇവിടെ നോക്കിയ മക്കളെ, 1 സെക്കൻഡ് കൊണ്ട് 1, 2, 3, 4, 5, 6 ആൻഡ് 7. 7. ഇവിടുത്തെ ഫ്രീക്വൻസി എത്രയാണ്? 7 ഹെഡ്സ് ആണ്. 7 വേവുകളാണ് 1 സെക്കൻഡ് കൊണ്ട് ഉണ്ടായത്. സിമ്പിൾ അല്ലേ കാര്യം? നമ്പർ ഓഫ് വേവ്സ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി ആൻഡ് ലെങ്ത് ഓഫ് വൺ കംപ്ലീറ്റ് വേവ് ഈസ് ഈക്വൽ ടു വേവ് ലെങ്ത്. ക്ലിയർ ആയി, വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത്, ഹൗ ആർ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് വേവ് ഇസ് റിലേറ്റഡ് ടു സ്പീഡ്. ഒരു വേവിന്റെ സ്പീഡ് വി എന്ന ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. വിക്ക് വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയുമായിട്ടുള്ള റിലേഷൻ എന്താണ്? അതിങ്ങനെയാണ്, v is equal to nu lambda, where nu is frequency and lambda is wavelength.
സിംപ്ലി നമ്മുടെ വേവ് ലെങ്തിനെയും ഫ്രീക്വൻസിയെയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ആ വേവിന്റെ സ്പീഡാണ്. എത്ര സ്പീഡിലാണ് ആ വേവ് നീങ്ങുന്നത് എന്ന കാര്യമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ഇക്വേഷൻ ഓർത്ത് വെക്കുക, v is equal to nu lambda. ഓക്കെ, മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന്. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് സൗണ്ട് വേവ് ഹൂസ് ഫ്രീക്വൻസി ഈസ് ഗിവൺ ആൻഡ് സ്പീഡ് ഈസ് ഗിവൺ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്കറിയാം വേവിന്റെ സ്പീഡ് v is equal to nu into lambda. നമ്മളോട് ചോദിച്ചു ലാംഡ എത്രയാണെന്ന്. ലാംഡ is equal to v divided by nu. v എത്രയാണ് മക്കളെ? 440 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ന്യൂ 220 ഹെഡ്സ് ആണ്. സോ 220 divided by 440, 220 ആണല്ലേ. 220 divided by 440 is 2. So the answer is 2 meter. 2 മീറ്റർ ആണ് ആ വേവിന്റെ വേവ്. ഓക്കെ, മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഇങ്ങനെയാണ് മക്കളെ. എ പേഴ്സൺ ലിസണിംഗ് ടു എ ടോൺ ഓഫ് 500 ഹെഡ്സ്, അതെന്താണ് അതിന്റെ ഫ്രീക്വൻസി ആണ്. സിറ്റിംഗ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 450 മീറ്റർ ഫ്രം ദ സോഴ്സ് ഓഫ് സൗണ്ട്. സൗണ്ടിന്റെ സോഴ്സ് 450 മീറ്റർ ദൂരെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ടൈം ഇന്റർവൽ ബിറ്റ്വീൻ സക്സസീവ് കംപ്രഷൻ ഫ്രം ദി സോഴ്സ്. സക്സസീവ് കംപ്രഷൻസ് തമ്മിലുള്ള ടൈം ഇന്റർവൽ എത്രയാണ്? നമുക്കറിയാം ഒരു കംപ്രഷൻ ടു അടുത്ത കംപ്രഷൻ, അതായത് സക്സസീവ് കംപ്രഷൻസിന്റെ ഇടയിലുള്ള ദൂരം ഒരു വേവ് ലെങ്ത് ആണ്. നമ്മൾ പറഞ്ഞു സക്സസീവ് ക്രസ്റ്റുകളുടെ ഇടയിലുള്ള ദൂരം ഒരു വേവ് ലെങ്ത് ആണ്. സക്സസീവ് ട്രഫുകളുടെ ഇടയിലുള്ള ദൂരം ഒരു വേവ് ലെങ്ത് ആണ്. സിമിലർലി ലോഞ്ചിറ്റ്യൂണൽ വേവ് ആകുമ്പോൾ സക്സസീവ് കംപ്രഷന്റെ അല്ലെങ്കിൽ റെയർ ഫ്രാക്ഷന്റെ അടുത്തുള്ള ദൂരം ഒരു വേവ് ലെങ്ത് ആണ്. ഒരു വേവ് ലെങ്ത് കംപ്ലീറ്റ് ആയിരിക്കുന്ന സമയത്തെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുക? ടൈം പീരിയഡ് ആണ് വിളിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് ടൈം പീരിയഡ്. ടൈം പീരിയഡ് ഇസ് ഈക്വൽ ടു 1 by nu. So that is 1 by 500 that much second. ഇത്രയാണ് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷൻ വരുന്നത്. സോ കൃത്യമായിട്ട് കോൺസെപ്റ്റ്സ് എല്ലാം മനസ്സിലാക്കി വെക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. സീ യു അഗൈൻ.